ഹലോ ഗൈസ്, ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. അതായത് 2026 ഫെബ്രുവരി 14 ഫാൻറ്റാസ്മ അറ്റൻഡ് ചെയ്തത് റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഷിയോൺ ഷാജിയും ഒരു ക്രൂ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷിയോൺ അവിടെ ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരത്തെ അറിയിച്ചായിരുന്നു. ഈ അടുത്ത് കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ റിപ്പോർട്ടർ ചാനൽ ഇട്ട് കണ്ടു. അതെനിക്ക് ആൾക്കാർ അയച്ചു വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരിതിപ്പോൾ വേറെ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ എക്സ്പീരിയൻസ്, അതായത് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മേശയുടെ ഇനീഷ്യേറ്റീവ് ഫാൻറ്റാസ്മ ഞാൻ നടത്തുന്ന സ്റ്റോറി ടെല്ലിംഗ് സെഷൻ അറ്റ് നൈറ്റ് വന്ന് ഫീച്ചർ ചെയ്യാനുള്ള വ്യാജേനെ ഇവരത് വേറെ പോസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഉളുപ്പില്ലാത്ത ജേർണലിസത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാനിത് ആക്ച്വലി ഫാൻറ്റാസ്മയുടെ ഒരു ചെറിയ ഒറിജിൻസ് പറയാം. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ട് ഞാനവിടെ പഠിക്കാൻ പോയ സമയത്ത് UK ഒരു ടൂർ അറ്റൻഡ് ചെയ്തായിരുന്നു. ആ ടൂർ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ചേട്ടാ നാട്ടിൽ ഇത് എപ്പോഴെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പിന്നീട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാരണം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ എൻ്റെ നാടിൻ്റെ കഥകൾ എല്ലായിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കാപ്പിരി മുത്തപ്പൻ്റെ കഥകളൊക്കെ ഞാൻ എഴുതുമ്പോൾ ഗൂഗിളിൽ ആർട്ടിക്കിൾ ഇല്ലായിരുന്നു. പിന്നീട് അതിനുശേഷം 2022 ഫാൻറ്റാസ്മ തുടങ്ങുന്നു. ഫാൻറ്റാസ്മ ഒരു ഇനീഷ്യേറ്റീവായിട്ട് തുടങ്ങിയാണ്, കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും വരാം. ഐ ഡു ഇറ്റ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ആർക്കാണെങ്കിലും വരാം. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ക്രൗഡൊക്കെ ആയിരുന്നു ആദ്യം വന്നിരുന്നത് വെച്ചാൽ, കാരണം ഞാനിത് അഡ്വർടൈസ് ചെയ്യാറില്ല. എൻ്റെ പേജിലൂടെ മാത്രം നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം വന്നിരുന്നത് വെച്ചാൽ. പിന്നീട് നമ്മുടെ ബൂം ബാങ് എൻ്റെ സുഹൃത്ത് വന്നിട്ട് പുള്ളിയുടെ രീതിയിൽ ഇത് പകർത്തി പുള്ളിക്ക് ഞാൻ ഈ എക്സ്പീരിയൻസ് കൊടുത്തപ്പോൾ യൂട്യൂബിലിട്ടു. ഉടൻ തന്നെ ഒരുപാട് ആൾക്കാർ എൻക്വയറീസ് വന്നു. പിന്നെ ഞാനിത് ഒരുപാട് സെഷൻസ് ആക്കി വേറൊരു ട്രെയിലും കൂടി ആഡ് ചെയ്തു. കാരണം കേരളാസ് ഫസ്റ്റ് സ്പൂക്ക് ട്രെയിലാണ് ഫാൻറ്റാസ്മ. ഇതുപോലത്തെ ഒരു വേർട്ടിക്കൽ വേറെ ഇല്ല. ഞാൻ എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്കിത് റീലാക്കാം, ഒരുപാട് കോണ്ടൻ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എന്നെ കണ്ട് ഇൻസെക്യൂർ ആയിട്ടുള്ള കുറേ പേര് ഞങ്ങളാണ് ഫോട്ടോ ഹിസ്റ്ററി പറയേണ്ട ആൾക്കാരെന്നും പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട്. ചെയ്തോട്ടെ, നല്ല കാര്യം. എൻ്റെ നാടിനാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇവിടെ ഇത് കമേഴ്ഷ്യൽ ലിസ്റ്റ് ചെയ്തിട്ട് ടൂർ ഗൈഡ് ആയിട്ട് നടത്തുന്നുണ്ട്. ഏതോ ഹെറിറ്റേജ് പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യട്ടെ, നല്ല കാര്യം. ഫോർട്ട് കൊച്ചിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. പക്ഷേ ഞാൻ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് റിവൈവ് ചെയ്യാണ്. നിങ്ങൾക്കറിയാലോ, ട്രഡീഷണലി സ്റ്റോറി ടെല്ലേഴ്സിന് വലിയ പൈസ ഒന്നുമില്ലാത്ത ഏർപ്പാടായിരുന്നു. പാണം പാട്ട് പാടി നടന്ന പോലെ ആ സ്റ്റോറി ടെല്ലിംഗ് പിന്നീട് വിഷ്വലൊക്കെ ആയി സിനിമയായി മാറി. അതങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പാരലൽ ഹിസ്റ്ററി, ഫോക്ലോർ, മിത്ത്, പിന്നെ സർക്കാസം, അതായത് ആക്ഷേപഹാസ്യം, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു ചാക്യാർ കൂത്ത് പോലത്തെ സ്റ്റോറി ടെല്ലിംഗ് സെഷനാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനതിങ്ങനെ ഭയങ്കര സട്ടിലായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റീൽ ഉണ്ടാക്കാനും എനിക്ക് താല്പര്യമില്ല, അത് കോണ്ടൻ്റ് ആക്കാനും താല്പര്യമില്ല. പക്ഷേ ഇന്ന് റിപ്പോർട്ടർ ചെയ്തിരിക്കുന്നത് ഈ കോണ്ടൻ്റ് അടിച്ചു മാറ്റലല്ല, യു ആക്ച്വലി ഇൻസൾട്ടഡ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിങ്ങിനെയാണ് നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നത്, അധിക്ഷേപിച്ചിരിക്കുന്നത്. ലേശം ഉളുപ്പ് വേണം. ഇതേപോലത്തെ ഒരു വ്യവസ്ഥയോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ.